ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മാംഗോ ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ പല ഹൽവയും കഴിക്കാറുണ്ട്, പക്ഷെ ഉള്ളത് നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. പുളിയൊന്നും ഇല്ലാത്ത മാങ്ങ വേണം എടുക്കാൻ. അപ്പോൾ ഇത് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഏകദേശം 250 ml കപ്പിന് 2 കപ്പ്. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 കപ്പ് മാംഗോ പൾപ്പാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് മാങ്ങ എടുക്കുക. ഇനി വേണ്ടത് കോൺഫ്ലോർ ആണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. 250 ml കപ്പിന് 1/2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് കട്ടയൊന്നും കൂടാതെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 കപ്പ് മാംഗോ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 കപ്പ് മാംഗോ പൾപ്പിൻ്റെ അളവാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വേണം എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മാംഗോ പൾപ്പും നെയ്യും നല്ലവണ്ണം ഒന്ന് മിക്സായി വരണം, എന്നിട്ട് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതിവിടെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെയായി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഒന്നിച്ച് ഒഴിച്ചൊരിക്കലും മിക്സ് ചെയ്യരുത്. കുറേശ്ശെ ഒഴിച്ച് കൈകൊണ്ട് മിക്സ് ചെയ്യുകയും മറ്റേ കൈകൊണ്ട് ഈ കോൺഫ്ലോർ മിക്സ് ചേർത്തെടുക്കുകയും വേണം. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആകെ കട്ട പിടിക്കും. നമ്മൾ ചേർത്ത് കൊടുത്തത് നല്ലവണ്ണം മിക്സ് ആയതിനു ശേഷം വേണം ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ലൂസ് കൺസിസ്റ്റൻസി ആവും. അപ്പം നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഹൽവ ഉണ്ടാക്കുമ്പോൾ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പോൾ കോൺഫ്ലോറൊക്കെ നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. നമ്മുടെ ഹൽവയുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നല്ല തിക്ക് പരുവത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്താലും മതി. അപ്പോൾ ഇപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടാം. അപ്പോൾ ഈ ഒരു പരുവാവുന്നത് വരെ നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് ഹൽവ കട്ട് ചെയ്തെടുക്കാൻ പാകത്തിന് ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഹൽവ വിട്ടു പോരുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഹൽവ ചേർത്ത് കൊടുക്കാം. കണ്ടപ്പോൾ തന്നെ നല്ലൊരു ഹൽവയുടെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ചതുരത്തിലുള്ള പാത്രമാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഇനിയിപ്പോൾ വട്ടത്തിലുള്ള പാത്രമായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കട്ട് ചെയ്യാൻ പാകത്തിനായിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഒരേ അളവിൽ നമുക്ക് കിട്ടും. ഇനി കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കപ്പൊടിയൊന്നും ചേർക്കാതിരുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ നല്ല മാങ്ങയുടെ ഫ്ലേവർ തന്നെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വേറെ എക്സ്ട്രാ ഒരു ഫ്ലേവറൊന്നും ചേർക്കാതിരുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കണം. അതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൽവയൊക്കെ ഇവിടെ നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. പിന്നെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല മാംഗോ ഫ്ലേവർ ഉള്ള ഒരു ഹൽവയാണിത്. നമ്മൾ പല ടേസ്റ്റിലും ഫ്ലേവറിലുള്ള ഹൽവയൊക്കെ കഴിച്ചിട്ടുണ്ട്. അല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്, എന്നാലേ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പീസുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്